നമസ്കാരം. വനിതാ സംവരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ ഭരണ പ്രതിപക്ഷ വാക്പോര്. ലോക്സഭയിലെ ചർച്ചയ്ക്കിടെ കേന്ദ്രത്തിനും BJPക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രിയങ്ക ഗാന്ധി MP രംഗത്ത് വന്നു. സ്വാതന്ത്ര്യത്തിന് തൊട്ടു പിന്നാലെ സ്ത്രീകൾക്ക് വോട്ട് ഉറപ്പാക്കിയത് കോൺഗ്രസ് ആണെന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കിയത് കോൺഗ്രസ് ആണെന്നും സംവരണത്തെ എതിർക്കുന്ന നിലപാടാണ് BJP അന്ന് സ്വീകരിച്ചതെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. സ്ത്രീകളുടെ ചാമ്പ്യനാകാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും 2023 നയം ഇപ്പോൾ BJP ആണ് മാറ്റിയതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ജാതി സംവരണം ഒഴിവാക്കാനാണ് പഴയ സെൻസസ് കണക്കുകൾ ആധാരമാക്കുന്നത്. OBC വിഭാഗത്തിന് അർഹമായ അവകാശം നൽകുന്നത് ഭയക്കുന്നു. OBC വിഭാഗത്തിന്റെ അവകാശം കവരാൻ അനുവദിക്കില്ല. 543 സീറ്റിൽ എന്തുകൊണ്ട് സംവരണം നടപ്പാക്കുന്നില്ലെന്നും പ്രിയങ്ക ചോദിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. മോത്തിലാൽ നെഹ്റുവാണ് വനിതാ സംവരണത്തിന് തുടക്കം കുറിച്ചതെന്നും പ്രിയങ്ക പറഞ്ഞു. പ്രധാനമന്ത്രി കോൺഗ്രസിന് ക്രെഡിറ്റ് നൽകിയില്ല. ബില്ലിനെ എതിർത്ത കാര്യം പ്രധാനമന്ത്രി പറഞ്ഞു. ആരാണ് എതിർത്തത്? നിങ്ങളാണ് ബില്ലിനെ മുൻപ് എതിർത്തത്. ബില്ലിനെ വർഷങ്ങളോളം അവഗണിച്ചത് BJP ആണ്. എപ്പോഴത്തെയും പോലെ പ്രധാനമന്ത്രി പകുതി വിവരങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പറ്റിക്കുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ടെന്നും പ്രിയങ്ക വ്യക്തമാക്കി. 2018 വനിതാ സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ചർച്ച നടക്കുന്നത് വനിതാ സംവരണത്തെക്കുറിച്ചല്ല, മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചാണ്. സർക്കാരിന് എന്താണ് ഇത്ര ധൃതി? പ്രധാനമന്ത്രി എന്തിനാണ് ഭയക്കുന്നത്? ജാതി സെൻസസിനെയാണോ? OBC വിഭാഗങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഈ ബില്ലിൽ രാഷ്ട്രീയ ദുർഗന്ധമുണ്ട്. വനിതാ സംവരണത്തിനൊപ്പമാണ് മണ്ഡല പുനർനിർണയത്തിനാണ് ഇതിനെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. അതേസമയം വനിതാ സംവരണ ബില്ലിനോടനുബന്ധിച്ചുള്ള മണ്ഡല പുനർനിർണയത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്കിടെ പറഞ്ഞത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വിഹിതം മണ്ഡല പുനർനിർണയത്തിന് ശേഷവും അതേപടി തുടരും. എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% സീറ്റ് വർധനവുണ്ടാകും. തമിഴ്നാടിന്റെ സീറ്റ് വിഹിതം 7.18% നിന്ന് 7.23% ഉയരും. കർണാടകയുടെ സീറ്റ് 28 നിന്ന് 42 ഉയരും. സർക്കാരിന്റെ നേതൃത്വത്തിൽ ജാതി സെൻസസ് നടക്കാൻ പോവുകയാണ്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷം പറയുന്നത്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി നൽകുന്ന ഉറപ്പാണിത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും സീറ്റുകൾ 50% വർദ്ധിക്കുമെന്നും ഉറപ്പ് നൽകുന്നു. യഥാർത്ഥ വസ്തുതകളെക്കുറിച്ച് പ്രതിപക്ഷം പഠിക്കണം. വിശദമായ റിപ്പോർട്ട് നാളെ അവതരിപ്പിക്കും. UPA സർക്കാർ നടപ്പിലാക്കിയ മണ്ഡല പുനർനിർണയ നിയമമാണ് പിന്തുടരുന്നത്. മണ്ഡല പുനർനിർണയ ചട്ടങ്ങൾ നടപ്പാക്കിയത് UPA സർക്കാരാണ്. UPA സർക്കാരിന്റെ കാലത്താണ് ചട്ടങ്ങൾ പാസാക്കിയത്. രാജ്യത്തെ ജനാധിപത്യം അവസാനിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അതിനുള്ള അധികാരം ആർക്കുമില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ബിൽ അവതരണത്തെ ചരിത്ര നിമിഷമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നായിരുന്നു മോദി വ്യക്തമാക്കിയത്. രാഷ്ട്രീയവും ദിശയും മാറ്റിമറിക്കുന്ന ബില്ലാണിത്. സ്ത്രീകൾക്ക് ഭരണത്തിന്റെ ഭാഗമാകാനുള്ള വലിയ അവസരമാണെന്നും അദ്ദേഹം പറഞ്ഞു. 25 മുതൽ 30 വർഷങ്ങൾക്ക് മുൻപ് ഈ ആശയം ആദ്യമായി വിഭാവനം ചെയ്തപ്പോൾ തന്നെ നടപ്പിലാക്കേണ്ടതായിരുന്നു. ഇന്നത് പക്വമായ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. കാലം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. നമ്മുടെ വികസന യാത്രയിലേക്ക് പുതിയൊരു മാനം കൂടി ചേർക്കാനുള്ള സുവർണാവസരമാണ് നമുക്ക് എല്ലാവർക്കും കൂടി ലഭിച്ചിരിക്കുന്നതെന്നും ബില്ലിനെക്കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചു. വിവിധ കാരണങ്ങളാൽ വൈകിപ്പോയ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഇതിനെ എതിർക്കുന്നവരോട് രാജ്യത്തെ സ്ത്രീകൾ ക്ഷമിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റെയിൽവേയും അടിസ്ഥാന സൗകര്യങ്ങളും മാത്രമല്ല, നയരൂപവൽക്കരണത്തിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന കാഴ്ചപ്പാടിലൂടെ മാത്രമേ പൂർണ്ണമായ വികസിത് ഭാരതം സാധ്യമാകൂ. രാജ്യത്തെ പകുതി വരുന്ന ജനസംഖ്യയെ ഭരണ പ്രക്രിയയുടെ ഭാഗമാക്കുന്നത് ഇന്ത്യയുടെ ഭാവി വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ പകുതി ജനസംഖ്യ വരുന്ന സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ള ഈ സുപ്രധാന രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. ഈ അവസരം പ്രയോജനപ്പെടുത്തി ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ MP മാർ ഒത്തുചേരണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.